ഗൈസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു രാവിലെ കണ്ടാലോ? രാവിലെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിരാവിലെ പുലർച്ചയ്ക്ക് 5 മണി എന്നൊക്കെ അല്ലേ? അല്ല, 10 മണി. രാവിലെ എണീറ്റിട്ട് പ്ലാവിലെ ചക്കയും മാവിലെ മാങ്ങയൊക്കെ നോക്കാൻ പോയേ. രാവിലെ എണീറ്റിട്ട് ഇടക്കൊക്കെ മാങ്ങ പറക്കാൻ പോകുന്ന ഒരു ശീലനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ലേറ്റ് ആവുന്നുണ്ട്, മാങ്ങയൊന്നും എനിക്ക് കിട്ടാറില്ല. ഡെയിലി ഞാൻ ഈ മുല്ലമാലയൊക്കെ കെട്ടിയിട്ട് എന്നാ ചെയ്യുന്നതെന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നതേ. ഞാൻ ഇയാൾക്കാട്ടോ കൊടുക്കുന്നേ. നമ്മുടെ ഇൻട്രോവേർട്ട് പോകുമ്പോൾ ഇന്ന് സ്ഥലം മാറി പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഇവിടെയാണ് ആളുടെ താമസം. അമ്മയുടെ സുഖാന്വേഷണത്തിന് വേണ്ടി ഒന്ന് അടുക്കളയിൽ എത്തി നോക്കാൻ പോയതാണ് ഗൈസ്. ഇപ്പൊ പെട്ടു. ഞാനൊരു കഴിവേറി ആയതുകൊണ്ട് അമ്മ എന്നോട് ദോശ ചുടാൻ പറഞ്ഞു. എന്താ ചെയ്യാ, വട്ടത്തിൽ ദോശ ചുടാനുള്ള കഴിവ് എനിക്ക് പണ്ട് മുതലേ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് ജീവിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഗൈസ്. ദോശ ചുടാനുള്ള എൻ്റെ കഴിവ് കണ്ടിട്ട് അമ്മ എന്നോട് കോഫി ഇടാൻ പറഞ്ഞു ഗൈസ്. ബട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ലോക്കൽ കോഫി വേണ്ട, എനിക്ക് ഡാൽഗോണ മാത്രം മതിയെന്ന്. ഒരു ഡാൽഗോണയും ഗാൽഗോണയും വേണ്ട, സാധാ കോഫി ഇട്ട് കുടിക്കണമെങ്കിൽ കുടിച്ചാൽ മതിയെന്ന് അമ്മ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല ഗൈസ്. അവർക്ക് ഞാൻ വെറും ലോക്കൽ കോഫിയും ഞാൻ നല്ല അടിപൊളി ഡാൽഗോണയുടെ അടുത്തെത്തുന്ന ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചേ. മുഴുവൻ കോൺസെൻട്രേഷനും ഡാൽഗോണയിലായതുകൊണ്ട് എൻ്റെ അടുപ്പത്ത് വെച്ച ദോശ കരിഞ്ഞു പോയി ഗൈസ്. എന്തോ സ്വന്തം മോളായതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്രാവശ്യം അമ്മയൊന്നും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിട്ടു. അടുത്ത പ്രാവശ്യം മുതൽ ഷോ കുറച്ച് കുറക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാനും അമ്മയും കൂടി ദോശയും ചട്നിന്നും ചമ്മന്തിന്നും പച്ചടിന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. അതൊക്കെ കഴിച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.